ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ച ഞങ്ങൾ ചിക്കനെ വെക്കാറ്. ഇപ്രാവശ്യം ഞങ്ങൾ ഒന്നുകൂടി ഹൈ റേഞ്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അത് വേറെ ഒന്നല്ല കേട്ടാ, ചിക്കന് പകരം ഞങ്ങൾ നല്ല പുഴഞ്ഞണ്ട് വാങ്ങിച്ചു. അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞണ്ട് കറി വെക്കാൻ പോകുന്നത് ചേട്ടനാണ് കേട്ടാ. ഞാൻ വെച്ച് കഴിഞ്ഞത് കൊളാമെന്ന് പറഞ്ഞ കാരണട്ടാ ചേട്ടൻ വെക്കണേ. അങ്ങനെ ഞണ്ട് കറിക്കുള്ള സബോള തക്കാളി ഐറ്റംസ് ഒക്കെ ചേട്ടൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ കറിക്ക് വേണ്ട എല്ലാ ഐറ്റംസ് അരിഞ്ഞ് വെച്ച ശേഷം ഉരുളിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി വേപ്പിലിട്ട് ഒന്ന് മൂത്ത് വരണ വരെ ഇളക്കി കൊടുക്കാട്ടാ. അങ്ങനെ ഒന്ന് മൂത്ത് വന്ന ശേഷം സബോള ചേർക്കുക, ലേശം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കാം. അപ്പോൾ ഗൈസ് അതിനിടയിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണട്ടാ. അതെന്താ വെച്ചാൽ ഞണ്ടൊന്ന് വൃത്തിയായിട്ട് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ച് വെക്കണം കേട്ടോ. അപ്പം ഞങ്ങളുടെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ. ഇത് കാണുമ്പോൾ എനിക്ക് മമ്മൂക്കൻ്റെ പാട്ടാട്ടോ ഓർമ്മ വരണേ. അലക്കടലിൽ പിട പിടയ്ക്കണ ഞണ്ട്. അധികം പാടി കഴിഞ്ഞാൽ കൊള്ളാവണ കാരണം ഞാൻ ഈ പാടുന്നില്ല കേട്ടാ. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ നന്നായി വഴറ്റി വന്ന സബോളയിൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ഇട്ട് ഒന്ന് നന്നായി മൊരിഞ്ഞ് നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് സെറ്റ് ആയ ശേഷം അത് തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ലേശം ചൂടുവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞോട്ടാ. പിന്നെ അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ടായിലേക്ക് ഇടുക. മസാല ഒക്കെ നന്നായി പിടിക്കുന്ന വിധത്തിൽ വഴറ്റി കുറച്ച് നേരം മൂടി വെക്കാട്ടാ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഞണ്ട് കറി സെറ്റ് ആയിട്ടാ. ഇനി അടുത്ത പടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൂട്ടിയിട്ട് കഴിക്കുക. ശരിക്കും പറഞ്ഞത് ചോറ് കൂട്ടി കഴിക്കാണ്ട് നല്ലത് ഒറ്റയ്ക്ക് കഴിക്കണ്ട കേട്ടോ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനാവില്ലേ ഇഷ്ടം? എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ.